ഹലോ, SSC MTS 2025 വേക്കൻസി ഇൻക്രീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. SSC MTS 2025 നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത സമയത്ത് ഒരുപക്ഷെ വേക്കൻസീസ് വളരെ കുറവായിരുന്നു. ഏകദേശം 1000-നടുത്ത് വരുന്ന വേക്കൻസീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരത്തിൽ ആ സമയത്ത് ഒരുപാട് ടെൻഷനായി, അല്ലെങ്കിൽ ഈ വർഷം ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോയുടെ താഴെയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേക്കൻസീസ് കൂടില്ലേ, ഇത്ര വേക്കൻസീസ് കൊണ്ട് ഞാൻ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപക്ഷെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിൽ വേക്കൻസി ഇൻക്രീസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1000 വേക്കൻസീസ് ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആദ്യം വന്നിരുന്നത്. പിന്നീട് അത് ആദ്യം ഒരു ഘട്ടമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഏകദേശം 4000-5000-ഓളം വേക്കൻസീസ് വന്നു. പിന്നീട് ഇപ്പോൾ ഏകദേശം 8000-നടുത്ത് വരുന്ന വേക്കൻസീസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വളരെ സന്തോഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ്. SSC ആസ്പിറൻസിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കിടക്കാം. SSC MTS എന്ന് പറയുന്നത് CGL എക്സാം പോലെ വളരെ ടഫർ എക്സാം ഒന്നുമല്ല. സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ്. കാരണം മാത്സും റീസണിംഗ് ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ച് മാത്സും റീസണിംഗും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതേസമയം GKയും ഇംഗ്ലീഷും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് അത്യാവശ്യം GKയും ഇംഗ്ലീഷും നിങ്ങൾ സ്ട്രോങ്ങർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് തന്നെ, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് SSC MTS. സോ ഇനിയാണെങ്കിലും പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ളവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ ഈ വർഷത്തെ MTS പോലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി പുതിയ നമ്മൾ SSC MTSന്റെ റെഗുലർ ബാച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് ക്ലാസ്സസ് ആണ്. അതുപോലെ തന്നെ പുതിയ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കോഴ്സ് അവൈലബിൾ ആണ്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ വേക്കൻസീസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പോവാം. ആദ്യം തന്നെ ഇതിൽ ടെനേറ്റീവ് വേക്കൻസീസ് ഫോർ MTS ഏജ് കാറ്റഗറി 18 മുതൽ 25 വയസ്സ് വരെയുള്ള കാറ്റഗറിയിലുള്ള വേക്കൻസീസ് നോക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു നോട്ടീസ് പ്രകാരം ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 6078 ആണ്. ടോട്ടൽ വേക്കൻസീസ് നമ്മളുടെ UR, EWS, OBC, SC ST ഇങ്ങനെയുള്ള കാറ്റഗറീസ് എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ വരുന്നത് 6078 ആണ്. എക്സ് സർവീസ് മെൻ 554 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് കാറ്റഗറീസിനും കുറെ വേക്കൻസീസ് സെപ്പറേറ്റ്ലി പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വേക്കൻസീസ് 18 to 25 ഇയർ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നെ ഏജ് 18 to 27, ആദ്യം പറഞ്ഞത് 18 to 25 ആണ്. ഇവിടെ 18 മുതൽ 27 വയസ്സ് കാറ്റഗറിയിൽ വരുന്ന വേക്കൻസീസിന്റെ നമ്പർ എന്ന് പറയുന്നത് 732 ആണ്. ഈ കാറ്റഗറീസ് ആഡ് ചെയ്ത് എക്സ് സർവീസ്മെൻ 64, 8, 7, 9, 8 ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഓരോ കാറ്റഗറി വൈസ് റീജിയൻ വൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 25 വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽ വരുന്ന കേരള റീജിയന്റെ വേക്കൻസി നോക്കാം. 103 വേക്കൻസിയാണ് കേരള റീജിയനിലുള്ളത്. അതുപോലെ തന്നെ കർണാടക റീജിയൻ 374, പിന്നീട് ലക്ഷദ്വീപ് 10 വേക്കൻസീസ്, അതുപോലെ പുതുശ്ശേരി 6 വേക്കൻസി, തെലങ്കാന 139, തമിഴ്നാട് 308, ആന്ധ്രാപ്രദേശ് 396. ഇതുപോലെ ഓരോ റീജിയനിലും ഓരോ സ്റ്റേറ്റിലും ഓരോ റീജിയനിലും വരുന്ന വേക്കൻസീസ്. ഇനിയും 18 മുതൽ 27 കാറ്റഗറിയിൽ കർണാടക കേരള റീജിയനിൽ കർണാടക 23 വേക്കൻസിയും കേരള 11 വേക്കൻസിയാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ വേക്കൻസി ഏകദേശം 8000-ന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. SSC MTS പരീക്ഷ ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തോളാം. അതിനുള്ള ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് നമ്പർ ഓഫ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ, സ്റ്റാർട്ട് ചെയ്ത് ഒരു തരത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ലാസ്റ്റ് റൗണ്ട് എന്ന രീതിയിൽ ഒരു 2-3 മാസം ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന SSC MTS പരീക്ഷ എക്സ്പെക്ട് ചെയ്തിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ സമയങ്ങളിലായിരുന്നു. ഈ സമയത്ത് ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ല. കാരണം എക്സാംസ് ഒക്കെ ഒന്ന് CGL എക്സാം ഉൾപ്പെടെ ഇപ്പോൾ ഒരു മാസത്തേക്ക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡിലേ ആയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഡിസംബറിലേക്കാണ് ഒരുപക്ഷെ MTSന്റെ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സമയം ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ മാസമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏകദേശം ഒരു 3 മാസം നിങ്ങൾക്ക് കരുതാൻ പറ്റുന്ന സമയമാണ്. MTS പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലൊരു സമയം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. ഇനി ആക്ട് ചെയ്യാൻ നിങ്ങൾ വൈകരുത്. അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടന്റുകൾ, ഒരുപാട് കണ്ടന്റ്സ് അവൈലബിൾ ആണ്. നിങ്ങളൊക്കെ ഈ കണ്ടന്റ്സ് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫ്രീ കണ്ടന്റ് എങ്കിലും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയും ലാസ്റ്റ് റൗണ്ടിൽ വളരെ പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് പുതിയ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. SSC MTSന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തോളുക. അതിനുള്ള നമ്പർ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ദിശ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും.
അപ്പോൾ ഈ വീഡിയോ, ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മാത്രമല്ല ഈ MTS പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ SSC CGL എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ നിങ്ങൾ ഒരു പരീക്ഷ മാത്രമായിരിക്കത്തില്ല ഒരു പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ CGL എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് CGL എക്സാം 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വരുന്ന 12, അതായത് തൊട്ടടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് SSCയുടെ CGL പരീക്ഷ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേർക്ക് എക്സാം സിറ്റി ചേഞ്ച് ചെയ്തു. ആദ്യം വന്ന സിറ്റി ആയിരുന്നില്ല, പിന്നീട് എക്സാം സിറ്റിക്ക് ചെറിയ ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ എക്സാം സിറ്റി ചേഞ്ച് വന്ന ആൾക്കാർ എല്ലാവരും ഒന്നുകൂടി നിങ്ങളുടെ ലോഗിൻ ചെയ്ത് നോക്കുക, നിങ്ങളുടെ എക്സാം സിറ്റി ചേഞ്ച് ഉണ്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് നിങ്ങൾ നേരത്തെ നോക്കിയിട്ട് ആ പ്ലേസിലേക്ക് നേരത്തെ എത്തി കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സാം എഴുതാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എക്സാം പാറ്റേണിൽ വന്ന ചേഞ്ചും മറ്റു കാര്യങ്ങളും ഒന്നും ഇനി വറി ചെയ്യാനുള്ള സമയമില്ല, അതിനെപ്പറ്റി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാംസ് ഏറ്റവും നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ CGL എക്സാം എഴുതുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ലൈവ് ക്ലാസ്സുകൾ, ലൈവ് ഫൈനൽ റിവിഷൻ എന്ന തരത്തിൽ ക്ലാസ് സീരീസുകൾ പോകുന്നുണ്ട്. ആ ക്ലാസ് സീരീസുകൾ നിങ്ങൾ എല്ലാവരും കണ്ട് പഠിക്കുക. SSC CGL ആയാലും MTS പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഈ വീഡിയോ സീരീസുകൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക്